വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് LBSന്റെ ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിന്റെ റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കും നിങ്ങൾ. രണ്ട് റാങ്ക് ലിസ്റ്റ് ആണ് വരുന്നത്. ഒന്ന് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ്, അത് ജൂലൈ 12-ാം തീയതി ആയിരിക്കും വരുന്നുണ്ടാവുക. റാങ്ക് ലിസ്റ്റ് വരുന്നത് ജൂലൈ 15-ാം തീയതിയാണ്. ഡേറ്റിന് എന്തെങ്കിലും വേരിയേഷൻസോ കാര്യങ്ങളോ അപ്ഡേറ്റോ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അത് അറിയിക്കുന്നതായിരിക്കും. റിസർവേഷൻ റാങ്കും മെറിറ്റ് റാങ്കും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ. കോളേജിൽ അഡ്മിഷൻ കിട്ടാവുന്നതിന്റെ സാധ്യത നമുക്ക് ഈ റാങ്ക് പൊസിഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. LBSന്റെ വെബ്സൈറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 15 മുതൽ ജൂലൈ 18 വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ടൈം വരുന്നത്. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര കോഴ്സസ് വേണമെങ്കിലും എത്ര കോളേജസിൽ വേണമെങ്കിലും വെക്കാൻ സാധിക്കുന്നതായിരിക്കും. മെയിൻ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമായിരിക്കും അലോട്ട്മെന്റ് വരുന്നത്. മെയിനായിട്ട് നമുക്ക് 3 അലോട്ട്മെന്റ് ആണുള്ളത്. ട്രയൽ അലോട്ട്മെന്റ് വരുന്ന ഡേറ്റും നമ്മുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 19/7/2025 ഡേറ്റ് വരുന്നത്. ഇത് താൽക്കാലികമായ ഒരു ഡേറ്റ് മാത്രമാണ്. എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ഡേറ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 23/7/2025 ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സ് ആണോ കിട്ടുന്നത് അവിടെ നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കേണ്ടി വരുന്നതായിരിക്കും. ടോക്കൺ ഫീ അടയ്ക്കേണ്ടി വരും. പലരുടെയും ഡൗട്ടാണ് കോളേജിൽ ഡയറക്റ്റ് പോകണമോ എന്നത്. ഡയറക്റ്റ് ആയിട്ട് പോവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം ഫെഡറൽ ബാങ്കിന്റെ ചെല്ലാൻ വഴിയും നിങ്ങൾക്ക് ടോക്കൺ ഫീ അടയ്ക്കാവുന്നതാണ്. ഗവൺമെന്റിലാണെങ്കിൽ 23,000-ഉം സെൽഫ് ഫിനാൻസിംഗ് ആണെങ്കിൽ 25,000-ഉമാണ് ടോക്കൺ ഫീ വരുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഏത് കോളേജിൽ ഏത് കേസ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കണം എന്നുള്ളത് മസ്റ്റ് ആണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡും തേർഡ് അലോട്ട്മെന്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിലപ്പോൾ കോഴ്സസും കോളേജസും മാറി വരും. അതിനുവേണ്ടി നിങ്ങളെ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീ ഉറപ്പായിട്ടും അടച്ചിരിക്കണം. ഇനി ടോക്കൺ ഫീ അടയ്ക്കാത്ത കുട്ടികളെ സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതുമായിരിക്കും. എല്ലാ അലോട്ട്മെന്റും വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കിട്ടുന്ന അഡ്മിഷൻ എടുത്ത കോളേജിൽ ഫസ്റ്റ് ഇയർ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഫുൾ എമൗണ്ട് അടയ്ക്കേണ്ടതായിരിക്കും. ഇവിടെയും ഡൗട്ടായിരുന്നു നിങ്ങളുടെ ടോക്കൺ ഫീ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തിരികെ കിട്ടുമോ എന്നുള്ളത്. തിരികെ കിട്ടുന്നതായിരിക്കും. പക്ഷെ അത് എല്ലാ അലോട്ട്മെന്റും ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമാണെന്നേ ഉള്ളൂ കേട്ടോ. കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സും ഫസ്റ്റ് ഇയറിലേക്ക് വേണ്ടിയിട്ടുള്ള ഫീസും അടയ്ക്കേണ്ടതാണ്. ഈ അലോട്ട്മെന്റ് ഒന്നിലും വന്നിട്ടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരെ സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ ഈ കൊടുത്ത എല്ലാ ഓപ്ഷൻസും ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. നിങ്ങൾ ആ സമയത്ത് പുതിയ ഓപ്ഷൻസ് വെച്ചിട്ട് വേണം കൊടുക്കേണ്ടത്. പല കുട്ടികളും ജോയിൻ ചെയ്യാതെയും ജോയിൻ ചെയ്തിട്ടും മാറിപ്പോയ രീതിയിലുള്ള സീറ്റുകൾ അവൈലബിൾ ആയിട്ട് വരുന്നതായിരിക്കും. അത് വെബ്സൈറ്റിൽ കാണിക്കുന്നതായിരിക്കും. ആ സീറ്റിലേക്കുള്ള ഒഴിവിലായിരിക്കും സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. സമയത്ത് നിങ്ങൾക്ക് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാവുന്നതും ഫസ്റ്റ് ഇയർ ഫീസ് അടയ്ക്കേണ്ടതുമാണ്. പലരുടെയും ഡൗട്ടായിരുന്നു ഇൻഡെക്സ് മാർക്കിന്റെ കൂടെ ഗ്രേസ് മാർക്ക് കൂട്ടുമോ എന്നുള്ളത്. ഇൻഡെക്സ് മാർക്കിന്റെ കൂടെ ഗ്രേസ് മാർക്ക് കൂട്ടിയിട്ട് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് തന്നെ ഇംപ്രൂവ്മെന്റ് റീവാലുവേഷൻ മാർക്ക് വരികയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആഡ് ആകുന്നതായിരിക്കും. കറണ്ട് LBS അപ്ഡേറ്റിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.